ഒടുവിൽ ഗോകുലം കേരള വിജയവഴിയിൽ കരുത്തരായ ശ്രീനിധി ഡെക്കാൻ എഫ്.സിയെ അവരുടെ തട്ടകത്തിൽ ചെന്ന് 1-4 ഗോളുകൾക്ക് തകർത്താണ് കഴിഞ്ഞ 6 മത്സരങ്ങളിൽ വിജയം നേടാഞ്ഞ കേട് ഗോകുലം തീർത്തത്. ക്യാപ്റ്റൻ അലക്സ് സാഞ്ചസ് ഇരട്ട ഗോൾ നേടിയപ്പോൾ നിലി പെർഡോമോ, ശ്രീകുട്ടൻ വി.എസ്. എന്നിവരാണ് ഓരോ ഗോൾ വീതം സ്കോർ ചെയ്തത്. 9-ാം മിനിറ്റിൽ തന്നെ നിലിയുടെ ഗോളിൽ ഗോകുലം മുമ്പിലെത്തി. കോർണറെ തുടർന്ന് ലഭിച്ച പന്തിൽ മികച്ച മുന്നേറ്റത്തിനൊടുവിലാണ് നിലി പന്ത് വലയിലാക്കിയത്. പന്തടക്കത്തിലും പാസിംഗിലും ശ്രീനിധി മികച്ചു നിന്നെങ്കിലും കൗണ്ടർ അറ്റാക്കിലൂടെ ഗോകുലം 39-ാം മിനിറ്റിൽ 2ാം ഗോളും സ്കോർ ചെയ്തു. നിലി വെച്ചു കൊടുത്ത സൂപ്പർ പാസ് ക്യാപ്റ്റൻ സാഞ്ചസിന് പോസ്റ്റിലേക്ക് പ്ലേസ് ചെയ്യേണ്ട ജോലിയേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റൊരു കൗണ്ടർ അറ്റാക്കിലൂടെ 45-ാം മിനിറ്റിൽ ശ്രീകുട്ടൻ 3ാമതും ശ്രീനിധി വലകുലുക്കി. സാഞ്ചസ് കൊടുത്ത പാസിൽ നിന്നും സ്വന്തം പകുതിയിൽ നിന്നും മുന്നേറിയ ശ്രീകുട്ടൻ ഉജ്ജ്വലമായ ഫിനിഷിലൂടെയാണ് ഗോൾ നേടിയത്. 3 ഗോളിൻ്റെ ലീഡോടെ ആദ്യ പകുതി അവസാനിപ്പിച്ച ഗോകുലം ഒറ്റ ഷോട്ട് പോലും ശ്രീനിധിയെ കൊണ്ട് തങ്ങളുടെ പോസ്റ്റിലേക്ക് എടുക്കാൻ അനുവദിച്ചില്ല. 2ാം പകുതിയുടെ തുടക്കത്തിൽ സാഞ്ചസിലൂടെ ഗോകുലം 4ാം ഗോളും കണ്ടെത്തി. 52-ാം മിനിറ്റിൽ മറ്റൊരു കൗണ്ടർ അറ്റാക്കിലൂടെയാണ് ക്യാപ്റ്റൻ ശ്രീനിധി വലകുലുക്കിയത്. പിന്നീട് ഗോൾ മടക്കാനായി ശ്രീനിധി പൊരുതിയെങ്കിലും ഗോകുലത്തിൻ്റെ പ്രതിരോധം പിടിച്ചു നിന്നു. എന്നാൽ 74-ാം മിനിറ്റിൽ വില്യം ആൽവസ് പെനാൽറ്റിയിലൂടെ ശ്രീനിധിക്കായി ഒരു ഗോൾ മടക്കി. അവസാന മിനിറ്റുകൾ ശ്രീനിധിയുടെ ആക്രമണങ്ങളെ ഫലപ്രദമായി തടഞ്ഞു നിർത്തി ഗോകുലം ഏറെ കാത്തിരുന്ന വിജയം പിടിച്ചെടുത്തു. ഈ വിജയത്തോടെ പോയിന്റ് പട്ടികയിൽ 5ാമതെത്തിയിരിക്കുകയാണ് ഗോകുലം. ഡിസംബർ 24 ഐ ലീഗിലെ പോയിന്റ് ടേബിളിലെ സ്ഥാനമനുസരിച്ചായിരിക്കും സൂപ്പർ കപ്പിൽ ഏത് ഗ്രൂപ്പിലായിരിക്കും ഗോകുലം എന്നറിയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.